നിങ്ങൾ കുഞ്ഞുടുപ്പ് തച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് ജട്ടിയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ജട്ടി അല്ലെങ്കിൽ പാൻറ്റീസ്. അതിൻ്റെ പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ പിക്ചർ നോക്കുക. അതിനോടൊപ്പം ഞാൻ നോട്ട്സും തരുന്നുണ്ട്. നോട്ട് എഴുതി ഞാൻ ജട്ടിക്ക് മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് 8 ഇഞ്ച്, വേസ്റ്റ് 20 ഇഞ്ച്, സീറ്റ് 22 ഇഞ്ച്. വേസ്റ്റ് എന്ന് പറയുന്നത് ഇടുപ്പാണ്. സീറ്റ് അതിന് കുറച്ചുകൂടെ താഴെയുള്ള ഭാഗം, നമുക്ക് ഏറ്റവും കൂടുതൽ വണ്ണം ഉണ്ടാകുന്ന ഭാഗങ്ങൾ. 0 to 1 എന്ന് പറയുന്നത് ഫുൾ ലെങ്ത് പ്ലസ് 1.5 ഇഞ്ച്. 1.5 ഇഞ്ച് എന്ന് പറയുന്നത് 0 to 6 ആണ്. അത് മുകൾ വശത്ത് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് ആ 1.5 ഇഞ്ച് കൂട്ടിയെടുത്തിരിക്കുന്നത്. നമ്മൾ തച്ച് കഴിയുമ്പോൾ 8 ഇഞ്ച് നമുക്ക് കിട്ടണം. 0 to 2 എന്ന് പറയുന്നത് 1/4, 4/1 ചെസ്റ്റ് പ്ലസ് 1.5 ഇഞ്ച്. അത് 0 to 2. ഈ 0 to 1ഉം ഈ 2 to 3യും തുല്യമായിരിക്കും. 0 to 4, അതായത് ഇവിടുന്ന് ഇതുവരെയുള്ള ഭാഗം, അത് 1/3 ലെങ്താണ്. ലെങ്തിൻ്റെ 1/3 എടുത്താണ്. അത് ആ ഭാഗമാണ് നമ്മൾ കാല് വരയ്ക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതെടുക്കുന്നത്. 1 to 9 എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റിൽ, അത് ഫോൾഡിങ് വശമാണ്. നമ്മൾ തുണി അങ്ങനെ വേണം മടക്കിയിടാൻ, അല്ലെങ്കിൽ അവിടെ കട്ട് വരും, അവിടെ നമുക്ക് ജോയിൻ കൊടുക്കേണ്ടി വരും. അതില്ലാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം 1 to 9 എന്ന് പറയുന്നത് 1.25 ഇഞ്ച്. അപ്പം തച്ച് കഴിയുമ്പോൾ നമുക്കൊരു 3 ഇഞ്ച് കിട്ടും. 3/4 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് 3/4 ഇഞ്ച് കൊടുക്കുന്നത്. 7 to 8 എന്ന് പറയുന്നത് നമ്മുടെ കാലിന് ഫ്രണ്ട് കാല് നമ്മൾ അകത്തോട്ടൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് എടുക്കുന്നത്. 4 to 5, അതായത് ഇവിടുന്ന് ഇതുവരെ, അത് നമ്മൾ സീറ്റ് എന്നൊരു മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ 4/1 പ്ലസ് 1.5. 1.5 എന്ന് പറയുന്നത് അറിയാമല്ലോ, ലൂസിനും തയ്യൽ തുമ്പിനും വേണ്ടിയിട്ടാണ് 1.5 ഇഞ്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ 1.5 ഇഞ്ച് എടുക്കുമ്പോൾ നമുക്ക് 2 സൈഡിലും കൂടെ 3 ഇഞ്ച് വരും. അപ്പോൾ അത് തയ്യൽ തുമ്പ് കഴിഞ്ഞാൽ ഒരു 2.5 ഇഞ്ചോളം, 2.5-2.25 ഇഞ്ചോളം നമുക്ക് ലൂസ് കിട്ടും. ഓക്കെ, ഇനി ഞാൻ പേപ്പറിൽ എങ്ങനെയാണ് ഈ തുണി ഇടുന്നതെന്നുള്ള കാര്യവും അതെങ്ങനെയാണ് വെട്ടുന്നതൊക്കെ ഉള്ള കാര്യവും ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ തുണി ഇടുന്നത് രീതി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ന്യൂസ് പേപ്പറിലാണ് വെട്ടുന്നത്. ഫസ്റ്റ് ഇതുപോലൊരു മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഒന്ന് മടക്കണം. അത് കഴിഞ്ഞ് ഇങ്ങനെ മടക്കണം. ഇതാണ്. അപ്പോൾ ഇവിടെ ഫോൾഡിങ് ആയിരിക്കും. ഇങ്ങനെ വേണം മടക്കാൻ. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മെഷർമെൻ്റ് എടുക്കാൻ. മെഷർമെൻറ്റ് ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 8 ഇഞ്ച്. 8 ഇഞ്ച് പ്ലസ് 1.5, ഇപ്പോൾ 9.5. 9.5 ഇഞ്ച്. ഓക്കെ, അതിനുശേഷം നമ്മൾ 1/4 വേസ്റ്റ് 20, 20ൻ്റെ 4/1 5 പ്ലസ് 1.5, അപ്പോൾ 6.5. ഓക്കെ, ഇനി ലെങ്തിൻ്റെ 3/1 എടുക്കണം. അപ്പം 8ൻ്റെ 3/1, 2.75, 1.5. ഇവിടുന്ന് വേണം നമ്മൾ സീറ്റിൻ്റെ അളവെടുക്കാൻ. 22ൻ്റെ 4/1 പ്ലസ് 1.5. ഓക്കെ, ഇനി ഇതും തമ്മിൽ ജോയിൻ ചെയ്യണം. അതിനുശേഷം നമ്മളിവിടെ 1.25 ഇഞ്ച് പോയിൻ്റ് കൊടുക്കണം.
ഇതും തമ്മിൽ നമ്മൾ വരയ്ക്കണം. ഇവിടുന്ന് നമ്മൾ അരയിഞ്ച് ഷേപ്പിന് വേണ്ടിയിട്ട് എടുക്കണം. ഓക്കെ, ഇനി ഇത് വെട്ടി ഞാൻ കാണിക്കാം. വെട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ കെട്ടി ഉണ്ടല്ലോ. അതല്ലേ ഫോൾഡിങ് എന്ന് പറയണത്. ഇതാകണ്ട, ഇവിടെ സെൻറ്ററാണ് ഫോൾഡിങ് ആയിട്ട് വരുന്നത്. ഇങ്ങനെ തന്നെ വെട്ടണം. അതിനുശേഷം നമ്മൾ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി ഇവിടുന്ന് ഇങ്ങനെ കാലടിക്കണം. ഇങ്ങനെ 2 കാലും അടിച്ചതിന് ശേഷം ഇത് തിരിച്ചിട്ട് ഇവിടെ സൈഡ് അടിക്കണം. അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ഇവിടുന്ന് ഇങ്ങനെ മടക്കി, ഇപ്പം ജോയിനിങ് ആയിരിക്കും, മടക്കിയിട്ട് വേണം നമ്മൾ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു മടക്കി ഇത്രയും ഇത് വെച്ച് നമ്മൾ തയ്ക്കണം. തച്ച് കഴിഞ്ഞ് ഇവിടെ ഒരു ചെറിയൊരു ഓപ്പൺ കൊടുക്കണം. അതുവഴി നമ്മൾ എലാസ്റ്റിക് കയറ്റി ഇതിനെ ശരിക്കും വേസ്റ്റിൻ്റെ അളവിനുള്ള എലാസ്റ്റിക് ആയിരിക്കണം. അതായത് 20 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു 17 ഇഞ്ച് എടുത്താൽ മതി എലാസ്റ്റിക്കിൻ്റെ നീളം. അതെടുത്തിട്ട് 17 അല്ലെങ്കിൽ ഒരു 15-നകത്ത് 15ഓ അത്രയും. കാരണം കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പോൾ വലുതായിട്ട് ഇറുകാൻ പാടില്ല. ഇത് എലാസ്റ്റിക് വലിയും, എന്നാലും നമ്മളത് ശ്രദ്ധിക്കണം. അങ്ങനെ വേണം ഇതിൽ എലാസ്റ്റിക് ഇടാൻ. ഇങ്ങനെ മടക്കി തച്ച് കഴിയുമ്പോൾ ഇതിനെ ഹോൾ ഇവിടെ ഇട്ടിട്ട് അതുവഴി നമ്മൾ എലാസ്റ്റിക് കയറ്റി അടിച്ചു വിട്ടാൽ മതി. ഓക്കെ, വെട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ കെട്ടി ഉണ്ടല്ലോ. അതല്ലേ ഫോൾഡിങ് എന്ന് പറയണത്. ഇതാകണ്ട, ഇവിടെ സെൻറ്ററാണ് ഫോൾഡിങ് ആയിട്ട് വരുന്നത്. ഇങ്ങനെ തന്നെ വെട്ടണം. അതിനുശേഷം നമ്മൾ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി ഇവിടുന്ന് ഇങ്ങനെ കാലടിക്കണം. ഇങ്ങനെ 2 കാലും അടിച്ചതിന് ശേഷം ഇത് തിരിച്ചിട്ട് ഇവിടെ സൈഡ് അടിക്കണം. അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ഇവിടുന്ന് ഇങ്ങനെ മടക്കി, ഇപ്പം ജോയിനിങ് ആയിരിക്കും, മടക്കിയിട്ട് വേണം നമ്മൾ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു മടക്കി ഇത്രയും ഇത് വെച്ച് നമ്മൾ തയ്ക്കണം. തച്ച് കഴിഞ്ഞ് ഇവിടെ ഒരു ചെറിയൊരു ഓപ്പൺ കൊടുക്കണം. അതുവഴി നമ്മൾ എലാസ്റ്റിക് കയറ്റി ഇതിനെ ശരിക്കും വേസ്റ്റിൻ്റെ അളവിനുള്ള എലാസ്റ്റിക് ആയിരിക്കണം. അതായത് 20 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു 17 ഇഞ്ച് എടുത്താൽ മതി എലാസ്റ്റിക്കിൻ്റെ നീളം. അതെടുത്തിട്ട് 17 അല്ലെങ്കിൽ ഒരു 15-നകത്ത് 15ഓ അത്രയും. കാരണം കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പോൾ വലുതായിട്ട് ഇറുകാൻ പാടില്ല. ഇത് എലാസ്റ്റിക് വലിയും, എന്നാലും നമ്മളത് ശ്രദ്ധിക്കണം. അങ്ങനെ വേണം ഇതിൽ എലാസ്റ്റിക് ഇടാൻ. ഇങ്ങനെ മടക്കി തച്ച് കഴിയുമ്പോൾ ഇതിനെ ഹോൾ ഇവിടെ ഇട്ടിട്ട് അതുവഴി നമ്മൾ എലാസ്റ്റിക് കയറ്റി അടിച്ചു വിട്ടാൽ മതി. ഓക്കെ, ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. പക്ഷേ നിങ്ങൾക്ക് എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്.